Hi friends, welcome to my new video. Today I am cooking with my mom. ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയാണ്. അപ്പം എൻ്റെ കയ്യിൽ 250 ഗ്രാം പനീറുണ്ട്. ഇത് ആദ്യമേ നമ്മൾ നല്ല ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കണം ഒരു 10 മിനിറ്റ്. എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ പനീർ നല്ല സോഫ്റ്റും ആകും, അതുപോലെ തന്നെ നല്ല മസാലയൊക്കെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ച് നമ്മുടെ കറിക്കൊരു വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ പനീർ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പാൻ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 സവോള, ഒരു പച്ചമുളക്, ഒരു തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം, എന്നാലേ നല്ല കളറൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഒരു 10 കാഷ്യൂനട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇനിയും ഇതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം എന്തിനാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ സവോളയും തക്കാളിയും കാഷ്യും ഒക്കെ നന്നായിട്ട് വേകും. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മളത് അരച്ചെടുക്കുമ്പോൾ ആ അരപ്പിന് നല്ലൊരു ടേസ്റ്റും പച്ചക്കുത്തും ഒന്നും ഉണ്ടാകത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഒക്കെ വരും. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ മുഴിച്ച ആ വെള്ളം പറ്റുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മളിത് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ അതിലോട്ട് ഒരു കുഞ്ഞു പീസ് പട്ട, 2 ഗ്രാമ്പു, എൻ്റെ കയ്യിൽ ഏലക്കയുടെ അരിയാണുള്ളത്, 3 ഏലക്കയുടെ അരി. ഇത് നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് പേസ്റ്റ് പോലെ എടുത്തതാണ്. അതിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ആ മിക്സിൻ്റെ ജാറ് ഇച്ചിരി വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ഒരു 15 മിനിറ്റ് മൂടി വെച്ച് ചെറിയ തീയിൽ ഇത് തിളയ്ക്കണം. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച പനീർ നന്നായിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം. ഇപ്പം നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, അത് അലുത്തൊന്നും പോയിട്ടും ഒന്നുമില്ല, നല്ല ക്യൂബായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പം നമ്മൾ ഇനി ഇങ്ങനെ ചെയ്യുന്നതിന് ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ പനീർ ഇനി പിന്നെ എണ്ണയിൽ വറക്കുകയോ അങ്ങനെയൊന്നും വേണ്ട.
ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കണം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ, ഇനി വേണോ എന്നൊക്കെ നോക്കിയിട്ട് പനീർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇനി ഇതിലോട്ട് 1 സ്പൂൺ കസൂരി മേത്തി കൈ നല്ലതായിട്ട് ഇട്ട് 2 കൈ കൊണ്ട് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് തിരുമ്മി അതിലോട്ട് ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി ഇടുന്നതിന് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെ വരും. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ഫ്രഷ് ക്രീമാണ്. ഇനി ഒരു 2 സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇട്ട് കഴിഞ്ഞ് കറി തിളപ്പിക്കാൻ പാടില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീർ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. പനീർ ബട്ടർ മസാല is ready now. Please do try this recipe and send your feedback after that. Thank you and bye bye. See you all in the next video.